ദൈവവചനത്തിന്റെ ചിന്തയ്ക്കായി നമ്മുടെ ബൈബിൾ തുറക്കാം. തീത്തോസിന്റെ പുസ്തകം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ടൈറ്റസ് ചാപ്റ്റർ 2 വേഴ്സ് 11. സകല മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവകൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അതെ, സകല മനുഷ്യർക്കും രക്ഷയ്ക്ക് കാരണമായ ദൈവകൃപ ഉദിച്ചിരിക്കുന്നു, പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ദൈവകൃപയുടെ നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നു. അത് 3 രീതിയിൽ 3 തലങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് എന്നും കൂടെ ഞാൻ പറയട്ടെ. എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ കുറച്ച് ഫൗണ്ടേഷണലായ, അടിസ്ഥാന സംബന്ധിയായ കാര്യങ്ങളായിരിക്കും. കാരണം നമ്മുടെ ഇടയിൽ പുതിയ പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പണ്ട് പഠിപ്പിച്ച കാര്യങ്ങളും ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന സത്യങ്ങളും തത്വങ്ങളും എല്ലാവർക്കും അത്ര പരിചയമില്ല. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെ ചിന്തിക്കുവാനായിട്ട് നാം താല്പര്യപ്പെടുന്നു. ഈ ഭാഗത്ത് നാം വായിച്ചത് സകല മനുഷ്യർക്കു വേണ്ടി ഉദിച്ചിരിക്കുന്നു. എന്താണ് ഉദിച്ചത്? ദൈവകൃപ, ദ ഗ്രേസ് ഓഫ് ഗാഡ് എല്ലാ മനുഷ്യർക്കും വേണ്ടി ഉദിച്ചിരിക്കുന്നു. അതിൽ ഞാനും നിങ്ങളും നാം ഓരോരുത്തരും ഉണ്ട്. അതെ, ഈ ദൈവകൃപയെക്കുറിച്ച് പറഞ്ഞാൽ ഈ ദൈവകൃപ മോശയല്ല, യേശുവാണ് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. നാം അത് വായിക്കുന്നു. മോശ കൊണ്ടുവന്നത് ന്യായപ്രമാണമാണ്, എന്നാൽ കൃപ യേശുക്രിസ്തുവിൽ കൂടെയാണ് വന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 17-ാം വാക്യം നമുക്ക് വായിക്കാം. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സ് 17. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ഇവർ രണ്ടുപേരും ദൈവത്തിന് പ്രിയപ്പെട്ടവരായിരുന്നു. മോശയെ ദൈവം വലിയ കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നു. എങ്കിലും അതിനേക്കാൾ വലിയ കാര്യമാണ് യേശുവിനെ ദൈവം ഏൽപ്പിച്ചത്. എന്താണ് മോശയെ ഏൽപ്പിച്ചത്? 10 കൽപ്പനകളും അതിൻ്റെ അനുബന്ധ നിയമങ്ങളും അടങ്ങുന്ന ന്യായ പ്രമാണം, ദ ലോ. എന്നാൽ യേശു വന്നത് ചട്ടങ്ങളും കൽപ്പനകളും കൊണ്ടല്ല, കൃപയുമായിട്ടാണ് വന്നത്. അതാണ് ഇവിടെ നാം വായിച്ചത്. അതിന്റെ 16-ാം വാക്യം കൂടെ വായിക്കാം. അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു വചനമാണ്. യേശുക്രിസ്തുവിന്റെ നിറവിൽ നിന്നും ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ചു വെച്ചിരിക്കുന്നു. അതാണ് നിറവ്. ആ നിറവിൽ നിന്നും പകർന്നു കൊടുക്കുമ്പോൾ പലർക്കും അത് ലഭിക്കുന്നു. ക്രിസ്തുവിന്റെ നിറവ്, കൃപ നിറഞ്ഞവനായിട്ടാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. ആ നിറവിൽ നിന്നും നമുക്ക് ഓരോരുത്തർക്കും കൃപ ധാരാളമായിട്ടും ഇന്ന് ലഭിക്കുവാൻ സാധിക്കുന്നു. നാമൊക്കെയും ഓരോ കാലങ്ങളിൽ ഈ കൃപ യേശുക്രിസ്തുവിൽ നിന്നും പ്രാപിച്ചവരാണ്. നമുക്കെന്തെങ്കിലും മുറിവോ ചതവോ വേദനയോ ഒക്കെ വന്നാൽ നാം പെട്ടെന്ന് എന്താ ചെയ്യുന്നത്? ഉടനെ എന്തെങ്കിലും വീട്ടിലിരിക്കുന്ന ഒരു ഓയിൻമെൻ്റ് എടുത്ത് ഒന്ന് തടവും. ആ ഓയിൻമെൻ്റ് തേക്കുമ്പോൾ നമുക്ക് അല്പം ഒരു ആശ്വാസം കിട്ടും. വേദന അല്പം കുറഞ്ഞതുപോലെ തോന്നും. വാസ്തവത്തിൽ വേദന കുറയുന്നില്ല, അതൊരു ഫീലിംഗ് ആണ്, ഒരു തോന്നലാണ്. നീര് കുറഞ്ഞതായിട്ട് തോന്നും. എങ്കിലും ആ രോഗത്തിൻ്റെ അണുക്കൾ ശരീരത്തിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അതിന് നിങ്ങളൊരു ഡോക്ടറെ കാണുകയും നല്ല മരുന്നോ ഇഞ്ചക്ഷനോ ചിലപ്പോൾ ശസ്ത്രക്രിയയോ ഒക്കെ വേണ്ടി വരും. അപ്പോഴാണ് രോഗം ശരിക്കും മാറുന്നത്. മോശയും യേശുവിനെയും തമ്മിലാണ് ഞാൻ ഈ പറയുന്നത്. മോശ കൊടുത്ത ഈ ന്യായപ്രമാണം മനുഷ്യന്റെ പാപത്തിന്റെ പ്രശ്നത്തിന് പുറത്ത് ഒരു ലേപനം, ഒരു ഓയിൻമെന്റ് തേക്കുകയാണ് ചെയ്തത്. തൽക്കാലം ഒരു ശമനം, തൽക്കാലം ഒരു ആശ്വാസം. എന്നാൽ യേശുക്രിസ്തു വന്നത് കൃപയുമായിട്ടാണ്. മനുഷ്യന്റെ പാപത്തിനുള്ള പരിഹാരവുമായിട്ടാണ് യേശു വന്നത്. നാം യേശുവിനെ കുറിച്ച് വായിക്കുന്നു. ആദ്യത്തെ പുതിയ നിയമത്തിലെ വാഗ്ദാനമാണ്, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ പോകുന്നത് കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. യേശു പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനാണ്. പാപത്തിൻ്റെ രോഗാണുക്കളെ കഴുകിക്കളഞ്ഞ് മനുഷ്യന് ആരോഗ്യം കൊടുക്കുന്നവനാണ് യേശു. അതിന് കൃപയാണ് ആധാരമായിരിക്കുന്നത്. ഇന്ന് ആ കൃപയെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നാം ഒക്കെയും രക്ഷിക്കപ്പെടുക, രക്ഷ പ്രാപിക്കുക എന്ന് കേട്ടിട്ടുണ്ട്. സാൽവേഷൻ.
എന്താണ് സാൽവേഷൻ? എന്താണ് രക്ഷ? ഇവിടെ ഇരിക്കുന്ന മിക്ക പേരും യേശുക്രിസ്തുവിൽ കൂടെ ലഭ്യമായ ആ പുതിയ ജീവിതം, അതിനെയാണ് രക്ഷ എന്ന് പറയുന്നത്, രക്ഷിക്കപ്പെടുന്ന അനുഭവം, സാൽവേഷൻ. ഈ രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അതിന് 3 കാലങ്ങളുണ്ട് എന്ന് ഞാൻ പറയട്ടെ. നാം ഒരു വസ്തു വാങ്ങുന്നു, 10 സെന്റ് സ്ഥലം വാങ്ങുന്നു, അല്ലെങ്കിൽ 5 സെന്റ് സ്ഥലം വാങ്ങുന്നു. അത് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പേരിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യണ്ട. ആ വസ്തു പിന്നെ അതിൻ്റെ ഉടമസ്ഥൻ നിങ്ങളാണ്. എന്നാൽ ഈ രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ വസ്തു ഒരിക്കൽ വാങ്ങിച്ച് പേരിൽ കൂട്ടി ഇട്ടതുപോലെ ഒരു കാര്യം ഒരിക്കൽ ചെയ്തു പിന്നെ എന്ന് രക്ഷ എന്നുള്ള കാര്യമല്ല ബൈബിളിൽ കാണുന്നത്. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു, അത് രക്ഷയുടെ തുടക്കമാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ? എന്താണ് ഉത്തരം? പൂർണ്ണമായിട്ടും അല്ല എന്നുള്ളതാണ് ശരിയായ ഉത്തരം. രക്ഷയുടെ ആദ്യ പടിയിൽ ഞാൻ കടന്നിരിക്കുന്നു. യേശുക്രിസ്തുവിനെ എൻ്റെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു. ഞാൻ പാപിയാണെന്ന് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചു. അതാണ് സേവിങ് ഫെയ്ത്ത്, രക്ഷാകരമായ വിശ്വാസം, രക്ഷ നൽകുന്ന വിശ്വാസം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള രക്ഷാകരമായ വിശ്വാസത്താൽ യേശുക്രിസ്തുവിൽ കൂടെ നാം ദൈവത്തെ സമീപിച്ചപ്പോൾ ദൈവം നമുക്ക് രക്ഷയുടെ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് നൽകി എന്നുള്ളതാണ് സത്യം. യേശുവിനെ സ്വീകരിച്ചപ്പോൾ, രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ആത്മരക്ഷയുടെ 1-ാം ഭാഗം അവിടെ തുടങ്ങുകയാണ് ചെയ്തത്. എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെയും തുടർന്നു പോകുന്നൊരു പ്രക്രിയയാണ് രക്ഷയുടെ പ്രക്രിയ എന്ന് നാം മനസ്സിലാക്കിയിരിക്കുകയാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ യേശുവിനെ സ്വീകരിച്ചു, ഞാൻ വീണ്ടും ജനിച്ചു, ദൈവപൈതലായി എന്ന് പറയുമ്പോൾ കാര്യങ്ങളുടെ 1/3 അല്ലെങ്കിൽ അതിൽ കുറച്ചേ സംഭവിച്ചിട്ടുള്ളൂ. ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന രക്ഷാകരമായ ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മരക്ഷയ്ക്ക് 3 കാലങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ചിന്തിക്കാൻ സാധിക്കും. സാധാരണ ഗ്രാമർ പഠിപ്പിക്കുമ്പോൾ 3 ടെൻസ് ഉണ്ട്, 3 കാലമുണ്ടെന്ന് പറയാറുണ്ട്. 1 പാസ്റ്റ് ടെൻസ്, ഭൂതകാലം കഴിഞ്ഞു പോയത്. 2 പ്രസന്റ് ടെൻസ്, വർത്തമാനകാലം, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലം. 3-ാമത്തേത് ഫ്യൂച്ചർ ടെൻസ്, ഭാവി കാലം, ഇനിയും വരാൻ പോകുന്ന കാര്യം. നമ്മുടെ ആത്മരക്ഷയ്ക്കും ഇതുപോലെ 3 കാലഭേദങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ചിന്തിക്കുവാൻ അത് മനസ്സിലാകുന്ന കാര്യമാണ്. 3 ഘടകങ്ങൾ നമ്മുടെ രക്ഷയിൽ അടങ്ങിയിരിക്കുന്നു. നാം ഒക്കെയും അതിൻ്റെ 1-ാമത്തെ ഘടകം താണ്ടിയവരാണ്, കടന്നുപോയവരാണ്. എന്നാൽ നിങ്ങൾ ചിലർ ആ കാര്യത്തിൽ ഉറപ്പില്ലാത്തവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. ശരിക്കും രക്ഷിക്കപ്പെട്ടോ? ദൈവം എന്നെ അംഗീകരിച്ചോ? എനിക്ക് നീതീകരണം ലഭിച്ചോ? ഞാൻ ഇന്ന് മരിച്ചാൽ എവിടെ പോകും? ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഉറപ്പില്ലാത്ത ചിലരെങ്കിലും ഇവിടെ കാണും. നമ്മുടെ മക്കൾ ചിലരൊക്കെ അങ്ങനെയുള്ളവരുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ്. ഈ വരുന്ന ദിവസങ്ങളിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയായിട്ട് കേൾക്കണം, നിങ്ങളത് മനസ്സിലാക്കണം. ഈ 3 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. ഒന്നാമത്തെ കാര്യം പാസ്റ്റ് സാൽവേഷൻ, കഴിഞ്ഞുപോയ രക്ഷയുടെ അനുഭവം എന്നുള്ളതാണ്. അതാണ് നാം ഇവിടെ തീത്തോസ് 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ വായിച്ചത്. സകല മനുഷ്യർക്കും രക്ഷാകാരണമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. യേശുക്രിസ്തുവിൽ കൂടെയാണ് ആ കൃപ ഉദിച്ചു വന്നത്. നമ്മിൽ മിക്ക പേരും ഒരു സമയത്ത് നാം പാപികളാണെന്ന് സമ്മതിച്ച് ദുഃഖത്തോടും അനുതാപത്തോടും കർത്താവിൻ്റെ അടുത്ത് വന്നപ്പോൾ ദൈവം നമുക്ക് രക്ഷയുടെ ആദ്യ പടി നൽകിത്തന്നു. അതിനെ രക്ഷയുടെ ഉറപ്പ് എന്നൊക്കെ വിളിക്കാം, അഷുറൻസ് ഓഫ് സാൽവേഷൻ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ഫൗണ്ടേഷണലായ കാര്യമാണ്. ഒരു വീടിന് ആദ്യം ഭിത്തിയാണോ കെട്ടി തുടങ്ങുന്നത്? അല്ല. ഒരു വീട് പണിയുമ്പോൾ ആദ്യം ആഴത്തിൽ കുഴിച്ച് അടിസ്ഥാനമിട്ട് കരിങ്കല്ല് കെട്ടിയോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്തോ പല രീതിയിൽ അത് ചെയ്യും. ഈ ആലയത്തിനും വളരെ പണ്ട് അതിൻ്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നു. അതിന് വളരെ ആഴത്തിൽ ഫൗണ്ടേഷനൊക്കെ കരിങ്കല്ലിട്ട് കെട്ടി വളരെ സ്ട്രോങ് ആയിട്ടാണ് ഇത് പണിതിരിക്കുന്നത്. നല്ലൊരു ഫൗണ്ടേഷൻ ഈ മണ്ണിനടിയിൽ ആരും കാണാതെ കിടക്കുന്നുണ്ട്. ഇതുപോലെ ഒരു ക്രിസ്ത്യാനിയുടെ ആത്മീയ ജീവിതത്തിൽ ആരും കാണാത്ത അടിത്തറയായി മണ്ണിനടിയിൽ കിടക്കുന്ന ഫൗണ്ടേഷനായ ചില സത്യങ്ങൾ ഉണ്ടായിരിക്കണം. അതിലൊന്നാണ്
കഴിഞ്ഞുപോയ രക്ഷയുടെ അനുഭവം എന്ന് പറയുന്നത്. നമുക്ക് വായിക്കാം, അത് സംബന്ധിച്ചുള്ള ഒരു വചനം നമുക്ക് വായിക്കാം. എഫേസ്യരുടെ പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യം. ബുക്ക് ഓഫ് എഫീഷ്യൻസ് ചാപ്റ്റർ 2 ആൻഡ് വേഴ്സ് 8 വായിക്കാം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ എഫെസോസിലെ വിശ്വാസികളോട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, അത് കൃപയാലാണ്, ദൈവത്തിൻ്റെ ഗ്രേസ് നിമിത്തമാണ്. അതിന് മുഖാന്തരമായത് വിശ്വാസത്താലാണ്. വിശ്വാസം എന്ന മാധ്യമത്തിലൂടെ ദൈവകൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഈ കാര്യം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരിക്കണം. എൻ്റെ അധ്വാനം കൊണ്ടും ഞാൻ പണം മുടക്കിയത് കൊണ്ടും ഞാൻ തീർത്ഥയാത്ര നടത്തിയത് കൊണ്ടും ഒന്നുമല്ല എനിക്ക് ആത്മരക്ഷയുടെ ഉറപ്പുണ്ടായത്. ദൈവത്തിൻ്റെ കൃപ എൻ്റെ മേൽ വിളങ്ങി, എൻ്റെ മേൽ പ്രത്യക്ഷമായി. എനിക്ക് ദൈവം വിശ്വാസവും നൽകി. വിശ്വാസത്തോടെ ആ കൃപയെ സ്വീകരിച്ചപ്പോൾ, യേശുവിനെ വിശ്വസിച്ചപ്പോൾ, എൻ്റെ പാപങ്ങളെക്കുറിച്ച് അനുതപിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ദൈവം കൃപയാൽ രക്ഷ നൽകി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് നാം പറഞ്ഞാൽ നമ്മുടെ അന്തരാത്മാവിലാണ് ഈ പ്രവൃത്തി തുടങ്ങിയിരിക്കുന്നത്. മനുഷ്യന് 3 ഘടകങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഏറ്റവും ഉള്ളില് ഒരു ആത്മാവുണ്ട്, ഒരു മനുഷ്യാത്മാവ്. എ ഹ്യൂമൻ സ്പിരിറ്റ് ഈസ് ദെയർ. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ചെറിയ എസ് ആണ് അതിലെഴുതുന്നത്, ക്യാപിറ്റൽ എസ് അല്ല. ബൈബിളിൽ നിങ്ങൾ നോക്കിയാൽ ചെറിയ എസ്സിൽ സ്പിരിറ്റ് എഴുതി കണ്ടാൽ അത് മനുഷ്യന്റെ ആത്മാവിനെ കുറിച്ചാണ്, ഹ്യൂമൻ സ്പിരിറ്റ് ആണ്. എന്നാൽ ഹോളി സ്പിരിറ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ എസ്, വലിയ എസ് ആയിരിക്കും. അത് നമ്മൾ തിരിച്ചറിയണം. മനുഷ്യാത്മാവ് നമ്മിലൊക്കെ ഉണ്ട്. മൃഗങ്ങൾക്കും പക്ഷികൾക്കും മീനുകൾക്കും ഒന്നും ദൈവം ഒരു ആത്മാവിനെ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇവരൊന്നും പ്രാർത്ഥിക്കാത്തത്. ഇവർക്കൊന്നും മതഭക്തിയോ വിശ്വാസമോ ദൈവത്തിലേക്ക് നോക്കാനോ ഇവർക്ക് പക്ഷികൾക്കോ മൃഗജാലങ്ങൾക്കോ ഒന്നും കഴിയാത്തതിൻ്റെ കാര്യം ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു ആത്മാവ് അവർക്കില്ല. മനുഷ്യർക്ക് മാത്രമേ ഒരാത്മാവുള്ളൂ. ദൈവമക്കളെ, നാം രക്ഷിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മനുഷ്യാത്മാവിലേക്ക് ഇറങ്ങി വന്ന് മൃതാവസ്ഥയിലായിരുന്ന നമ്മുടെ മനുഷ്യാത്മാവിനെ സചേതനമാക്കി ജീവനുള്ളതാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നാം രക്ഷിക്കപ്പെടുന്നത്. രക്ഷയുടെ തുടക്കം അവിടെയാണ്. നമ്മുടെ അന്തരാത്മാവിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന് വാസം ചെയ്ത് തുടങ്ങുന്നത്. അതിനെയാണ് ജസ്റ്റിഫിക്കേഷൻ അഥവാ നീതീകരണം എന്ന് ബൈബിളിൽ പറയുന്നത്. ഇതാണ് കഴിഞ്ഞകാല രക്ഷയുടെ ആ പദപ്രയോഗം. വി ആർ ജസ്റ്റിഫൈഡ്. ജസ്റ്റിഫിക്കേഷൻ എന്താ നീതീകരണം എന്ന് പറഞ്ഞാൽ? ആ വാക്ക് പഴയ ഒരു മലയാളം വാക്കാണ്, നീതീകരണം. കോടതി ഭാഷയിൽ പറയുന്ന നീതി അല്ല ബൈബിളിലെ നീതി എന്ന് പറയുന്നു. ശ്രദ്ധിക്കണമേ, ബൈബിളിലെ നീതി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ റൈറ്റിയസ്നെസ് എന്ന് പറയും. അതായത് ഓൾ റൈറ്റ് എന്ന് ദൈവം പറയുക. ഒരു മനുഷ്യനെ നോക്കിയിട്ട്, ഒരു സഹോദരനെ, ഒരു പുരുഷനെയോ സ്ത്രീയോ നോക്കിയിട്ട് ദൈവം പറയാണ് യു ആർ ഓൾ റൈറ്റ്. അതാ നീതീകരണം. നീ ശരിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നീതി നിനക്ക് കണക്കിട്ടിരിക്കുന്നു ആൻഡ് യു ആർ ഓൾ റൈറ്റ്. മേസ്ത്രിമാര് പണി ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? അവർ വീടിന്റെ ഭിത്തിയൊക്കെ കെട്ടുമ്പോൾ ഓരോരോ ചുടുകട്ട എടുത്ത് വെച്ച് അവരെന്ത് ചെയ്യും? ഓരോ നിര കട്ടയും വെച്ചിട്ട് ഒരു തൂക്കുകട്ട എടുത്ത് പിടിച്ച് പ്ലംബ് ലൈൻ ഇങ്ങനെ പിടിക്കും. എന്താ നോക്കുന്നത്? ഇപ്പോൾ വെച്ച കട്ട താഴെയുള്ള 5, 8, 10 വരി കട്ടകളുമായിട്ടും ഓൾ റൈറ്റ് ആണോ, ഒരേ ലൈനിലാണോ എന്നാണ് ഈ തൂക്കുകട്ട കൊണ്ട് അവർ പരിശോധിക്കുന്നത്, അല്ലേ? തൂക്കുകട്ടയുടെ ഉദ്ദേശം അതാണ്. ഓരോ ലൈൻ വരിയും വെക്കുമ്പോൾ അവർ നോക്കും ഇത് ശരിയാണോ. ഇല്ലെങ്കിൽ 10 വരി വെച്ച് കഴിഞ്ഞ് വീണ്ടും പെട്ടെന്ന് തൂക്കട്ട പിടിച്ചാൽ ഭിത്തി വളഞ്ഞിരിക്കുന്നതായിട്ട് കാണും. ഓൾ റൈറ്റ് അല്ല. അതുകൊണ്ട് എന്നെ നിങ്ങളെയും ദൈവം നോക്കിയിട്ട് യു ആർ ഓൾ റൈറ്റ്. അത് യേശുക്രിസ്തുവിന്റെ നീതി നമുക്ക് കണക്കിട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിനെ നമുക്കായി നൽകിയത് കൊണ്ട് ക്രിസ്തുവിന്റെ നീതി, ക്രിസ്തുവിന്റെ ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് റൈറ്റ്, ശരിയായിരിക്കുന്ന അവസ്ഥ നമുക്ക് ദൈവം ഇംപ്യൂട്ട് ചെയ്ത് നൽകിയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഞാൻ അത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ. ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, നീതീകരണം എന്ന് വെച്ചാൽ ദൈവം നമ്മെ ശരിയാണ്, നീ ശരിയാണ്, നീ ശരിയാണ് എന്ന് ദൈവം പ്രസ്താവിക്കുന്നതാണ് നീതീകരണം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ആത്മരക്ഷയുടെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ കഴിഞ്ഞ കാല രക്ഷ എന്ന് പറയും. അത് മുൻപ് ഏതോ സമയത്ത് നടന്നതാണ്. എൻ്റെ ജീവിതത്തിൽ
വളരെ വർഷങ്ങൾക്ക് മുൻപ് അത് സംഭവിച്ചു. എനിക്ക് 14 വയസ്സുള്ളപ്പോൾ ഞാനൊരു പാപിയാണെന്ന് ഉള്ള ഒരു അവയർനെസ്, ഒരു ബോധ്യം ദൈവം നൽകി. എൻ്റെ പാപങ്ങളെക്കുറിച്ച് അനുതപിച്ച് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ച് യേശുവിനെ സ്വീകരിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ഞാൻ ദൈവമകനായി തീർന്നത്. അതിനെയാണ് എൻ്റെ രക്ഷയുടെ ആദ്യത്തെ തുടക്കമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവം എന്നെ നീതിമാൻ, യു ആർ ഓൾ റൈറ്റ് എന്ന് പറഞ്ഞ സമയമായിരുന്നു. അതൊരു നല്ല തുടക്കമായിരുന്നു. അത് 50 വർഷങ്ങൾക്ക് പുറകിൽ സംഭവിച്ച കാര്യമാണ്. എന്നാൽ ഇന്നും അതിൻ്റെ സ്വാധീനവും ശക്തിയും എഫക്റ്റും എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം. എത്ര പേർക്ക് ആ ഒരു ബോധ്യമുണ്ട്? ദൈവം എന്നെ നീതിമാനായി, നീതിമതിയായി അംഗീകരിച്ചിരിക്കുന്നു. കൈ ഉയർത്താമോ? ഐ ആം ജസ്റ്റിഫൈഡ്. ദൈവം എന്നെ നീതിമാനായി അംഗീകരിച്ചിരിക്കുന്നു. പല കൈകളും ഉയർന്നിട്ടില്ല. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തതയില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് അത് സത്യമായിട്ട് തീർന്നിട്ടുണ്ടാകും, പക്ഷെ വ്യക്തതയില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ വ്യക്തതയുള്ളവരെ സംബന്ധിച്ച്, രക്ഷയുടെ ഭദ്രതയും ഉറപ്പും അറിയാവുന്നവരെ സംബന്ധിച്ച് ഒരു സംശയവുമില്ല. ദൈവം എന്നെ നീതീകരിച്ചിരിക്കുന്നു. എന്നെ റൈറ്റ് എന്ന് ദൈവം പ്രഖ്യാപിച്ചിരിക്കുന്നു. യു ആർ ഓൾ റൈറ്റ്, യു ആർ റൈറ്റ് എന്ന് ദൈവം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതാണ് നീതീകരണം. ഓക്കെ, രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകാം. ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്ത്യ ജീവിതത്തിന് ഒരടിത്തറയുണ്ട്. അത് മിക്കപ്പോഴും മണ്ണിനടിയിലായിരിക്കും, അത് കഴിഞ്ഞ കാലത്തിലായിരിക്കും. നമുക്കൊക്കെ അടിത്തറയുണ്ട്. അതിൻ്റെ മേൽ വീണ്ടും ആ ബിൽഡിങ് കെട്ടി ഉയർത്തണം, ഭിത്തികൾ കെട്ടണം, പിന്നെ റൂഫൊക്കെ ഉണ്ടാക്കണം, പല കാര്യങ്ങളും മുകളിലേക്ക് ചെയ്യണം. അപ്പോൾ മാത്രമേ അത് വാസയോഗ്യമായി തീരുന്നുള്ളൂ. ഈ കെട്ടിടവും അങ്ങനെയാണ്. അനേക ആയിരക്കണക്കിന് ചുടുകട്ടകൾ, ബ്രിക്സ് ഒക്കെ വെച്ച് കെട്ടി, അനേകം ഇരുമ്പും മണലും ധാരാളമായിട്ടൊക്കെ ഉപയോഗിച്ച് ഒക്കെയാണ് ഇതിനെ പണിത് ഉയർത്തിയിരിക്കുന്നത്. അതുപോലെ നമ്മുടെ വർത്തമാനകാല ജീവിതത്തിൽ സൂപ്പർ സ്ട്രക്ചർ, മേലോട്ട് പണിയുന്ന ഭാഗം ഒരു പണി നടക്കുന്നുണ്ട്. അത് വർത്തമാനകാലത്തിൽ നടക്കുന്ന രക്ഷയാണ്. ഇന്നും നാളെയും ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അതിനെ ബൈബിളിൽ വിശുദ്ധീകരണം എന്നാണ് വിളിക്കുന്നത്. അതിനെ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയാറുണ്ട്. എന്താണ് സാങ്ക്ടിഫിക്കേഷൻ? സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം എന്ന് വെച്ചാൽ എല്ലാ അശുദ്ധിയും മാറ്റി ശുദ്ധീകരിക്കുക എന്നുള്ള ആശയത്തിലല്ല വേദപുസ്തകത്തിൽ സാങ്ക്ടിഫിക്കേഷൻ എന്ന വാക്ക് പറഞ്ഞിരിക്കുന്നത്. ആ അർത്ഥവും അതിലുണ്ട്. എങ്കിലും മുഖ്യമായ അർത്ഥം സാങ്ക്ടിഫിക്കേഷൻ എന്ന് വെച്ചാൽ സെറ്റ് അപ്പാർട്ട്, വേർതിരിച്ച് മാറ്റി നിർത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം. എവിടുന്ന് എങ്ങോട്ട് വേർതിരിക്കുന്നു? പാപത്തിൽ നിന്നും, ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്നും, എല്ലാത്തരം ദുഷിച്ച മാർഗങ്ങളിൽ നിന്നും ഒരു മനുഷ്യനെ ദൈവം വേർതിരിക്കുന്നു. God is setting apart a person from all sorts of sinful things and lusts of the flesh, lust of the eyes and the boastful pride of life. ജീവിതത്തിന്റെ പ്രതാപത്തിൽ നിന്നും, പൊങ്ങച്ചത്തിൽ നിന്നും, അഹങ്കാരത്തിൽ നിന്നും, പാപകരമായ ദുർമാർഗങ്ങളിൽ നിന്നും ഒക്കെയും എന്നെ നിങ്ങളെയും ദൈവം മാറ്റി നിർത്തുകയാണ്. God is setting us apart from sin and worldliness to himself. മാറ്റി എങ്ങോട്ടെങ്കിലും നിർത്തുകയല്ല, നമ്മെ മാറ്റുന്നത് ദൈവാഭിമുഖ്യമായിട്ടാണ്, ദൈവത്തിലേക്കാണ് നമ്മെ മാറ്റുന്നത്. ഈ പ്രവൃത്തിയാണ് വർത്തമാനകാലത്ത് ഓരോ ദിവസങ്ങളിലും ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ ആരാധന യോഗത്തിൽ ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴും ദൈവം ഈ വചനങ്ങളിലൂടെ ഈ സാങ്ക്ടിഫിക്കേഷന്റെ, വിശുദ്ധീകരണത്തിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിശുദ്ധീകരണം എന്ന് വെച്ചാൽ മാറ്റി നിർത്തുക എന്നുള്ള ആശയം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ദൈവം എന്നെ തനിക്കായി മാറ്റിവെച്ചിരിക്കുന്നു. God has set me apart for himself. എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി എന്നെ മാറ്റി നിർത്തിയതല്ല, ദൈവഹിതം നിവർത്തിക്കുവാൻ വേണ്ടി നമ്മെ ഓരോരുത്തരെയും മാറ്റി നിർത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നാം രക്ഷിക്കപ്പെട്ട നാൾ മുതൽ കർത്താവിൻ്റെ മടങ്ങിവരവ് വരെയും, അല്ലെങ്കിൽ നമ്മുടെ മരണ ദിവസം വരെയും തുടർന്നു പോകേണ്ട ഒരു പ്രക്രിയയാണ്. ഇറ്റ്സ് എൻ ഓൺഗോയിങ് പ്രോസസ് ത്രൂ അവർ എൻറ്റയർ ലൈഫ് ടൈം. ഇക്കാര്യം നമുക്ക് ഓർമ്മയിലുണ്ടായിരിക്കണം. വിശുദ്ധീകരണം അഥവാ സാങ്ക്ടിഫിക്കേഷൻ എന്നുള്ളത് നമ്മുടെ ജീവിതകാലം മുഴുവനും തുടർന്നു പോകേണ്ട ഒരു കാര്യമാണ്.
നാം മീറ്റിങ്ങിന് വരണമെന്നും പ്രാർത്ഥനയിൽ പങ്കെടുക്കണമെന്നും ബൈബിൾ വായിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും ഒക്കെ പറയുന്നത് ഈ സാങ്ക്ടിഫിക്കേഷന്റെ പ്രവൃത്തി വർദ്ധമാനമായ രീതിയിൽ അത് നമ്മിൽ നടപ്പാകാൻ വേണ്ടിയാണ്. എന്നാൽ ദൈവികമായ സഹായങ്ങൾ ലഭിക്കാത്ത പക്ഷം സാങ്ക്ടിഫിക്കേഷൻ അതിൻ്റെ അളവ് വളരെ കുറഞ്ഞു പോകും. ചില ആളുകൾ രക്ഷിക്കപ്പെട്ട് 10, 25, 30 വർഷം കഴിഞ്ഞാലും അവർക്ക് കാര്യമായ വേർപാട് ഒന്നുമില്ല. അവർ സാങ്ക്ടിഫൈഡ് അല്ല, അവർ വേർതിരിക്കപ്പെട്ടിട്ടില്ല, അവർ പഴയതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങ് നിൽക്കുകയാണ്. എന്നാൽ ചില ആളുകൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യവും സുബോധവും ഉള്ളവർ എത്രയും പെട്ടെന്ന് സാങ്ക്ടിഫൈഡ് ആകാൻ മനസ്സ് വെക്കും. ദൈവമേ, ഇതിൽ നിന്നും ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ എന്നെ മാറ്റി നിർത്തണമേ, എന്നെ ഈ ലോകത്തിന്റെ ചിന്താഗതിയിൽ നിന്നും മാറ്റി നിർത്തണമേ, ദൈവികമായ കാര്യങ്ങളിലേക്ക് എൻ്റെ മനസ്സിനെ തിരിക്കണമേ. ദാറ്റ് ഈസ് സാങ്ക്ടിഫിക്കേഷൻ. ഈ വർത്തമാന കാലത്തിലെ സാങ്ക്ടിഫിക്കേഷൻ അഥവാ വിശുദ്ധീകരണം എന്ന് പറയുന്നത് നമ്മുടെ ദേഹിയിലാണ് പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത്. ഗോഡ് ഈസ് ട്രാൻസ്ഫോമിങ് അവർ സോൾ ലൈഫ്. അതിനെ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഇടപാടുകളെയും പ്രവൃത്തികളെയും അതിൻ്റെ രീതികളെയും ഒക്കെ ദൈവം മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ ദേഹത്തെയും വർത്തമാന കാലത്തിൽ ദൈവം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് സംസാരിച്ച രീതിയിലൊന്നുമല്ല ഇപ്പോൾ സംസാരിക്കുന്നത്, അല്ലേ? നമ്മൾ സംസാരിക്കുന്ന രീതിയൊക്കെ മാറി. പണ്ട് അറുത്തു മുറിച്ച് പെട്ടെന്ന് വായി വരുന്നൊക്കെ സംസാരിക്കുന്നവരായിരുന്നു. എന്നാൽ ഇപ്പോൾ സാവകാശമായി ആലോചിച്ച് മറുപടി പറയത്തുള്ളൂ. നമ്മുടെ ശരീരത്തിനും നാവിനും ഒക്കെ ഒരു വ്യത്യാസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും നമ്മുടെ വികാരങ്ങൾക്കും ഇച്ഛാശക്തിക്കും ഒക്കെ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ദേഹി അഥവാ സോൾ എന്ന് പറഞ്ഞാൽ അതിൽ 3 കാര്യങ്ങളുണ്ടെന്ന് നാം പണ്ട് പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? 1, വികാരങ്ങൾ, ഇമോഷൻസ്. 2, ഇന്റലക്ട്, ബുദ്ധിശക്തി. 3, ഇച്ഛാശക്തി, വിൽ. രാവിലെ വെളുപ്പിന് 5 മണിക്ക് എഴുന്നേക്കണം എന്നുള്ള ഒരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ എഴുന്നേക്കും. ഇന്നടത്ത് പോകണമെന്ന് തീരുമാനിച്ചാൽ പോകും. എനിക്കറിയത്തില്ല എന്ന് പറയുന്നവരുണ്ട്. അവർക്ക് ഇച്ഛാശക്തി ഒന്നുമില്ല, അവരെങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങ് ജീവിച്ചു പോകും, അവർക്കൊരു തീരുമാനമൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ദേഹിയിൽ ഉള്ള ഈ 3 ഘടകങ്ങളും അതിനെ ദൈവാനുരൂപമായി ദൈവം രൂപാന്തരപ്പെടുത്തി നമ്മുടെ ഉള്ളിലുള്ള ദൈവാത്മാവിൻ്റെ ഇഷ്ടപ്രകാരം ദൈവം ഈ കാലങ്ങളിൽ നമ്മെ രൂപാന്തരപ്പെടുത്തുകയാണ്. നമുക്കൊക്കെ ഒരു ആളത്വമുണ്ട്, ഒരു സ്വയമുണ്ട്, ഒരു ഈഗോ ഉണ്ട്. ഞാൻ എന്ന് പറയുന്ന ഒരു ഈഗോ ഉണ്ട്. ആ ഈഗോ പലപ്പോഴും ദൈവാത്മാവിനെതിരായിട്ട് നിൽക്കുന്നതാണ്. അതിനെ രൂപാന്തരപ്പെടുത്തി ദൈവത്തിൻ്റെ ഒരു ദാസനായി അതിനെ വിട്ടുകൊടുക്കുകയാണ് വേണ്ടത്. അതിനാണ് ക്രൂശിന്റെ അനുഭവം എന്ന് പറയുന്നത്. യേശു പറഞ്ഞല്ലോ, പിതാവേ, അങ്ങയുടെ ഇഷ്ടം നിവർത്തിക്കണമേ, എൻ്റെ ഇഷ്ടം പോലെയല്ല, അങ്ങയുടെ ഇഷ്ടം നിവർത്തിക്കണമേ. നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളെ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തെ ഏറ്റെടുക്കുന്നതാണ് ഈ വർത്തമാന കാലത്തിലെ സാങ്ക്ടിഫിക്കേഷനിൽ അഥവാ ശുദ്ധീകരണത്തിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ദേഹിയും ശരീരവും രൂപാന്തരം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും നമ്മുടെ ശരീരത്തിന് അതിൻ്റെതായ ബലഹീനതകളും കുറവുകളും ഒക്കെ ഉണ്ട്, ക്ഷീണങ്ങളും രോഗങ്ങളും ഉണ്ട്, പല ബലഹീനതകളും ഉണ്ട്, ഇല്ലേ? നമുക്കെല്ലാവർക്കും പല ക്ഷീണങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചും വയസ്സ് ചെല്ലും തോറും ക്ഷീണങ്ങളും ഒക്കെ അസ്വസ്ഥതകളും കൂടിക്കൂടി വരും എന്നുള്ള യാഥാർത്ഥ്യമാണ്. എങ്കിലും ഈ ബലഹീനമായ ശരീരം ഒരു ദിവസം മാറ്റപ്പെടും എന്ന് ദൈവവചനം പറയുന്നു. നമുക്കൊരു വചനം കൂടെ വായിക്കാം ഇത് സംബന്ധിച്ച്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 23-ഉം 24-ഉം വാക്യം വായിക്കാം. 1 Thessalonians chapter 5 verses 23 and 24 വായിക്കാം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും വിശുദ്ധീകരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ശരീരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിൽ കുറ്റമറ്റതായി പൂർണ്ണതയോടെ കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവം തുടങ്ങിയ രക്ഷാകരമായ പ്രവൃത്തിയെക്കുറിച്ച് വളരെ മനോഹരമായി ഈ 2 വാക്യങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. അത് നിങ്ങൾ വായിച്ച് കാണാപ്പാഠം പഠിക്കണം. നിങ്ങളുടെ ആത്മാവും, അതായത് മനുഷ്യാത്മാവ്, അവിടെയാണ് ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തി ആരംഭിച്ചത്. നിങ്ങളുടെ ആത്മാവും ഇപ്പോൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തിക്കുന്ന നിങ്ങളുടെ പ്രാണനും പിന്നെ ശരീരവും, ഈ 3 കാര്യങ്ങളും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവെങ്കിൽ എങ്ങനെ ഇരിക്കണം? നിന്ദിക്കപ്പെടാൻ കഴിയാത്ത രീതിയിൽ അനിന്ദ്യമായി വെളിപ്പെട്ടു വരണം. നിങ്ങളെ വിളിക്കുന്ന പിതാവായ ദൈവം വിശ്വസ്തനാണ്. നിങ്ങളിൽ നല്ല വേല ആരംഭിച്ചവൻ അതിനെ തികയ്ക്കും. എന്നാൽ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ആ നല്ല പ്രവൃത്തിയോട് സഹകരിച്ച്
ഈ പ്രവൃത്തിയിൽ മുമ്പോട്ട് പോകണം. കർത്താവേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ, എന്നെ മാറ്റി നിർത്തണമേ, എന്നെ സാങ്ക്ടിഫൈ ചെയ്ത് വിശുദ്ധീകരിച്ച് നിനക്കായി എന്നെ മാറ്റണമേ എന്ന് ദൈവത്തോട് നാം പ്രാർത്ഥിക്കണം. ഇതാണ് വർത്തമാനകാല സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനിയും വരാൻ പോകുന്ന രക്ഷയുടെ ഭാവി കാലവുമുണ്ട്, ദ ഫ്യൂച്ചർ ടെൻസ് ഓഫ് അവർ സാൽവേഷൻ. അതിനെ തേജസ്കരണം അഥവാ ഗ്ലോറിഫിക്കേഷൻ എന്ന് തിരുവെഴുത്ത് പറയുന്നുണ്ട്. ബൈബിളിൽ അനേക ഭാഗങ്ങളിൽ പുതിയ നിയമത്തിൽ ഈ തേജസ്കരണത്തെക്കുറിച്ച്, വിശേഷാൽ നമ്മുടെ ശരീരത്തിന്റെ തേജസ്കരണത്തെക്കുറിച്ചാണ് പറയുന്നത്. നാം ഇപ്പോൾ വായിച്ചു കേട്ടതുപോലെ നമ്മുടെ രക്ഷയുടെ അവസാന ഭാഗം അതാണ്, തേജസ്കരണം എന്നുള്ളത്. ഇത് കർത്താവായ യേശുവിൻ്റെ മടങ്ങിവരവിലാണ് സംഭവിക്കുന്നത്. ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും. ദ്രവിച്ചു പോകുന്ന, ക്ഷയിച്ചു പോകുന്ന ഈ ബലഹീനമായ ശരീരം രൂപാന്തരപ്പെടും. അക്ഷയമായ, ദ്രവിച്ചു പോകാത്ത ഒരാത്മീയ ശരീരം ദൈവം നമുക്ക് നൽകാൻ പോകുന്നു. വിശ്വാസമുണ്ടോ? ശരിയാണോ? അത് സംഭവിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ദൈവമക്കൾക്ക് മരണത്തെ ഭയമില്ലാത്തത്. മരണം ഈ താൽക്കാലിക ലോകത്തിൽ നിന്നും നിത്യമായ രാജ്യത്തിലേക്കുള്ള ഒരു പ്രവേശന കവാടമാകുന്നു എന്ന് കാണാൻ കഴിയും. ദൈവമക്കൾക്ക് മരണത്തെ ഭയപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല. നമ്മുടെ കർത്താവ് മടങ്ങി വരുമ്പോൾ നാം രൂപാന്തരപ്പെടും. ഈ ബലഹീനമുള്ള ശരീരം മാറ്റപ്പെടും, രൂപാന്തരപ്പെടും. നമ്മുടെ ശരീരങ്ങളൊക്കെ വീണ്ടെടുക്കപ്പെടും. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും എന്ന് വായിച്ചിട്ടില്ലേ? അതൊക്കെയാണ് അതിൻ്റെ വ്യത്യാസങ്ങൾ. ഒരു കണ്ണ് കാഴ്ചയുള്ളവന് രണ്ട് കണ്ണും കാഴ്ചയുള്ളവനായിട്ട് ദൈവരാജ്യത്തിൽ അവനായിരിക്കും. എല്ലാ രീതിയിലും നമുക്കതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൂടായെങ്കിലും ഏറ്റവും തേജസ്സുള്ള ഗ്ലോറിഫൈഡായ ഒരു ശരീരം, ഒരു ആത്മീയ ശരീരം ദൈവം നമുക്ക് തരാൻ പോവുകയാണ്. അതാണ് നമ്മുടെ പ്രത്യാശ. നമ്മുടെ ശരീരങ്ങൾക്ക് വീണ്ടെടുപ്പ് ഉണ്ടാകും. 3 വചനങ്ങൾ ഇത് സംബന്ധിച്ച് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. റോമർ 8-ാം അധ്യായം 23-ാം വാക്യം ആദ്യം വായിക്കാം. റോമൻസ് ചാപ്റ്റർ 8 and verse 23. ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിലേക്ക് ദത്തെടുക്കുവാൻ കാത്തിരുന്നുള്ളിൽ. ഇനി ഫിലിപ്പിയർ 3-ാം അധ്യായം 21-ാം വചനം നോക്കാം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 verse 21. അവൻ സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ ബലഹീനമായ ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. യെസ്, അതിനെക്കുറിച്ച് പറയുന്നത് നമ്മുടെ ബലഹീനമായ ശരീരം, അവർ വൈൽ ബോഡീസ്. നമ്മുടെ ശരീരങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അതിനെ എന്തെല്ലാം അലങ്കരിച്ചാലും പൂശിയാലും നിറം മാറ്റിയാലും കളറ് മാറ്റിയാലും എന്തെല്ലാം ചെയ്താലും ഇത് അഴിഞ്ഞു പോകുന്നതാണ്, ദ്രവിച്ചു പോകുന്നതാണ്. ശരീരത്തെ ആരും കാര്യമാക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. അവിടെ പറയുന്നു, അപ്പോസ്തലൻ പറയുകയാണ്, നമ്മുടെ ബലഹീനമായ താഴ്ചയുള്ള ശരീരങ്ങൾ, ദിസ് വൈൽ ലോലി ബോഡി ഓഫ് അവേഴ്സ് ഷാൽ ബി ട്രാൻസ്ഫോംഡ് ഇൻടു ഹിസ് ഗ്ലോറിയസ് ലൈക്ക്നെസ്, ഇൻടു ഹിസ് ഗ്ലോറിയസ് ബോഡി. അവിടുത്തെ മഹത്വകരമായ ആത്മീയ ശരീരത്തിനോട് നമ്മുടെ ശരീരങ്ങളും രൂപാന്തരപ്പെടും. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നാം ഒരു നാൾ അവിടുത്തെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തും, നമ്മുടെ ശരീരങ്ങൾ മാറ്റപ്പെടും. അത് ഫ്യൂച്ചർ സാൽവേഷനാണ്. വരാൻ പോകുന്ന ഭാവി കാലത്തിൽ സംഭവിക്കുവാനുള്ള ശരീരങ്ങളുടെ വീണ്ടെടുപ്പിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞു വരുന്നത്. ഇങ്ങനെ രക്ഷയുടെ അല്ലെങ്കിൽ ദൈവകൃപയുടെ പ്രവൃത്തിയുടെ 3 കാലങ്ങളെക്കുറിച്ച് ഞാൻ ചുരുക്കമായിട്ട് പറഞ്ഞു. ഇത് നമ്മുടെ മനസ്സിലൊരു ഫ്രെയിംവർക്കായി, ഒരു അടിസ്ഥാനമായി ഇരിക്കേണ്ടത് ആവശ്യമാണ്. ഇതിനെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ദൈവം നമ്മെ പാപത്തിന്റെ 3 അവസ്ഥകളിൽ നിന്നും രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നാമത്, നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടപ്പോൾ പാപത്തിന്റെ പെനാൽറ്റിയിൽ നിന്നും, ശിക്ഷാവിധിയിൽ നിന്നും നമ്മുടെ ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടു. വി വർ ഫ്രീഡ് ഫ്രം ദ പെനാൽറ്റി ഓഫ് സിൻ. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. പെനാൽറ്റി മാറി. 3 പീസ് ഉണ്ട് കേട്ടോ. ഒന്നാമത്തേതാണ് പെനാൽറ്റി, രണ്ടാമത്തേത് പവർ. ഈ വർത്തമാന കാലത്തിൽ ദൈവകൃപ നമ്മിൽ വ്യാപരിച്ചുകൊണ്ട് പാപത്തിന്റെ അധികാരത്തിൽ നിന്നും നമ്മെ രക്ഷിച്ച് വിടുവിച്ച് മാറ്റി നിർത്തുകയാണ്. വി ആർ ബീയിങ് ട്രാൻസ്ഫോംഡ് ആൻഡ് സേവ്ഡ് ഫ്രം ദ പവർ ഓഫ് സിൻ. പാപത്തിന്റെ ശക്തിയിൽ നിന്ന്
ഈ വർത്തമാന കാലത്തിൽ നമ്മുടെ ആയുഷ്കാലം മുഴുവനും ഈ ലോകത്തിൽ പവർ അഥവാ അധികാരത്തിൽ നിന്നും ശക്തിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. ഇനി സംഭവിക്കാൻ പോകുന്നത്, നാം ദൈവസന്നിധിയിൽ ക്രിസ്തുവിന്റെ വരവെങ്കിൽ ദൈവരാജ്യത്തിൽ ചെല്ലുമ്പോൾ പാപത്തിന്റെ പ്രസൻസിൽ നിന്ന് തന്നെ നമുക്കൊരു വിടുതൽ ഉണ്ടാകാൻ പോവുകയാണ്. പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് വിടുതൽ ഉണ്ടാകും. ഇത് മൂന്നുമാണ് രക്ഷയുടെ 3 കാലങ്ങൾ എന്ന് പറയുന്നത്. ഫ്രം ദി പണിഷ്മെന്റ് ഓർ പെനാൽറ്റി ഓഫ് സിൻ, ഫ്രം ദ പവർ ഓഫ് സിൻ, ഫ്രം ദ പ്രസൻസ് ഓഫ് സിൻ. ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. ഇങ്ങനെയുള്ള അറിവുകൾ, ശരിയായിരിക്കുന്ന ഒരു ആത്മീയ കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കുവാൻ നമുക്ക് കാരണമാകും. നമുക്ക് അറിവുകൾ ആവശ്യമാണ്. അറിവ് അനുഭവമായി മാറുമ്പോഴാണ് അതിന് ഫലമുണ്ടാകുന്നത്. അറിവ് ബുദ്ധിയിൽ മാത്രം ഇരിക്കുവാനല്ല, ഈ അറിവ് ജീവിതത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഏറ്റെടുത്ത് അത് അനുസരണത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ജീവിതം വാസ്തവത്തിൽ രൂപാന്തരപ്പെട്ട് കർത്താവിന് പ്രസാദകരമായിട്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കുന്നു. ഇതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പിനെ കുറിച്ച് ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. അത് അടിസ്ഥാനത്തെക്കുറിച്ചാണ്. ചില വലിയ വീടുകളൊക്കെ നാം കണ്ടിട്ടുണ്ട്. വളരെ ചെലവ് ഇട്ട് വളരെ പണം മുടക്കി പണിത വലിയ വീടുകൾ, മൾട്ടി സ്റ്റോറി വീടുകളൊക്കെ ഒരു 5 വർഷം കഴിയുമ്പോൾ എന്ത് കാണാം? ഭിത്തിയൊക്കെ ക്രാക്ക് ചെയ്തിരിക്കുന്നു. വെറും ഭിത്തിയുടെ പുറത്തുള്ള പൊട്ടലല്ല, ശരിക്കും ഭിത്തിയൊക്കെ വിണ്ടുകീറി 1-2 ഇഞ്ച് ഗ്യാപ്പൊക്കെ വന്ന ഭിത്തികൾ ചിലയിടത്ത് കാണാൻ പറ്റും. അതിന് കാരണം അന്വേഷിച്ച് ചെല്ലുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഭിത്തിയിൽ വിള്ളലൊക്കെ ഉണ്ടായെന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോൾ എന്താ മനസ്സിലാകുന്നത്? അതിൻ്റെ ബേസ്മെന്റ് ഇട്ടത് ശരിയായില്ല. അതിൻ്റെ ബേസ്മെന്റിനടിയിലുള്ള മണ്ണൊന്നും സ്ട്രോങ് അല്ല. സഫിഷ്യൻ്റ് ആയിരിക്കുന്ന, വേണ്ടത്ര ആവശ്യമുള്ള നല്ല ഫൗണ്ടേഷൻ ചെയ്യാത്തത് കൊണ്ടാണ് 5-10 വർഷങ്ങൾ കഴിയുമ്പോൾ വീടിന് കേടുപാടുകൾ സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം മനസ്സിലായോ? നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഫൗണ്ടേഷൻ ശരിയായ അളവിൽ സ്ട്രോങ് ആയിട്ട് ഇടാത്ത പക്ഷം കുറെ കഴിയുമ്പോൾ ആത്മീയ ജീവിതത്തിൽ ക്ഷീണങ്ങളും കേടുപാടുകളും പൊട്ടലുകളും ഒക്കെ ഉണ്ടാകുന്നത് കാണും. എന്താണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ അടിസ്ഥാനം? അത് രക്ഷിക്കപ്പെടുന്ന അനുഭവമാണ്. ദി എക്സ്പീരിയൻസ് ഓഫ് സാൽവേഷൻ ആണ് ആദ്യത്തെ പടി. ഞാനത് പറഞ്ഞുവല്ലോ, ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം. ദൈവം മുമ്പാകെ ഓൾ റൈറ്റ് ആയിട്ട് ദൈവം നീ ശരിയാണ് എന്ന് പറയുന്ന അളവിൽ നമ്മെ നിർത്തുന്നതാണ് ജസ്റ്റിഫിക്കേഷൻ. ക്രിസ്ത്യ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പാപക്ഷമയും നീതീകരണവുമാണ്. ഈ 2 കാര്യങ്ങൾ ചേർന്ന് പോകണം. പാപക്ഷമയും നീതീകരണവും. യേശുവിനെ അറിയുമ്പോൾ, ക്രിസ്തുവിലേക്ക് വരുമ്പോൾ ഒരുവന് പാപബോധം ഉണ്ടാകുന്നു. നമ്മിൽ പലരും ആ അനുഭവം ഉള്ളവരാണ്. നിങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പാപിയാണ്, തെറ്റുകാരനാണ് എന്ന് സമ്മതിച്ച് ദൈവത്തിൻ്റെ അടുത്ത് വന്നിട്ടില്ലെങ്കിൽ ഇന്ന് രാവിലെ അതിനുള്ള സമയമുണ്ട്. യു ക്യാൻ കം ടു ഗാഡ് ഫോർ ഫർഗിവ്നെസ് ഓഫ് സിൻസ് ആൻഡ് ഓൾസോ ഫോർ ജസ്റ്റിഫിക്കേഷൻ. പ്രവാചകൻ പറയുകയാണ്, ദൈവമേ, ഞങ്ങളുടെ നീതി പ്രവൃത്തികളൊക്കെയും അവിടത്തേക്ക് സ്വീകാര്യമല്ല. ഞങ്ങളെ തന്നെ എത്ര നന്നാക്കി കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചാലും അവിടുത്തെ മുൻപിൽ ഞങ്ങളുടെ നീതിപ്രവർത്തികളൊക്കെയും കറപിടിച്ച തുണി പോലെ ആകുന്നു. ഞങ്ങൾക്ക് ഒന്നും നല്ലതായിട്ട് പറയാനില്ല. ഞങ്ങളുടെ നീതി പ്രവൃത്തികളൊക്കെയും കറപിടിച്ച തുണി പോലെ ആകുന്നു. ഇറച്ചിക്കടയിൽ ഇറച്ചി വെട്ടുന്ന ആളിൻ്റെ ആ മുണ്ടും ഒക്കെ ഉണ്ടല്ലോ, അത് ഫ്രീ ആയിട്ട് തന്നാലും നാം ആരും വാങ്ങത്തില്ല. അത് മുഴുവൻ രക്തക്കറയും എല്ലാം ആയിട്ട് മോശമായതാണ്. അല്ലെങ്കിൽ പെയിന്റ് അടിക്കുന്ന ആളിൻ്റെ ഷർട്ട് എടുത്ത് നോക്കുക, അതൊന്നും ശരിയാകത്തില്ല. എത്ര അലക്കിയാലും അതിൽ ആ പെയിന്റൊക്കെ അങ്ങനെ പിടിച്ചിരിക്കും, അത് വൃത്തിയാകുകയില്ല. നമ്മുടെ നീതിപ്രവൃത്തികളൊക്കെ ഇങ്ങനെ ആകുന്നു എന്നാണ് പ്രവാചകൻ പറയുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ ശരിയാക്കാൻ സാധ്യമേ അല്ല. എന്നാൽ യേശുവിൻ്റെ നീതി ദൈവം നമുക്ക് നൽകുന്നതിൽ കൂടെയാണ് നമുക്ക് രക്ഷയുണ്ടാകുന്നത്. അത് വായിക്കാം. ക്രിസ്തുവിന്റെ നീതിയെക്കുറിച്ച് ഗലാത്യർ 3-ാം അധ്യായം 27-ാം വചനം വായിക്കാം. ഗലേഷ്യൻസ് 3:27. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ നിങ്ങൾ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ ഒരു വസ്ത്രം പോലെയാണ് ഇവിടെ ഉപമിച്ച് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു ഒരു ഷർട്ടാണെങ്കിൽ, ഒരു ഉടുപ്പാണെങ്കിൽ, നിങ്ങൾ ആ ഉടുപ്പ് ധരിച്ചു കഴിഞ്ഞാൽ
ദൈവം നിങ്ങളെ കാണുമ്പോൾ ക്രിസ്തുവിനെ കാണുന്ന പോലെ കാണുന്നു. അതാണ് ഇംപ്യൂട്ടഡ് റൈറ്റ്യസ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് നീതീകരണത്തെക്കുറിച്ചും പാപക്ഷമയെക്കുറിച്ചുമാണ്. പാപക്ഷമയിൽ 2 വ്യവസ്ഥകൾ ഉണ്ട്. നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടണമെങ്കിൽ 2 കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നു. 1 മാനസാന്തരമാണ്, 2 ദൈവത്തിലുള്ള വിശ്വാസമാണ്. ഈ 2 കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് അത്യാവശ്യമാണ്. നാം അതിൽ കൂടെ കടന്നു വന്നവരാണ് മിക്കപേരും. എന്നാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് അനുഭവം ഇല്ലെങ്കിൽ ഒരു അനുതാപം, ഒരു മാനസാന്തരം ഉണ്ടാകണം, അഥവാ പാപത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടാകണം. റിപ്പൻറ്റൻസ് ആൻഡ് ഫെയ്ത്ത് ഇൻ ഗാഡ്. പല ആളുകൾക്കും ദൈവത്തിന്റെ അടുത്ത് വരുമ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ അനുതാപമില്ല. വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും ഇടപാടുകളിലും മനോഭാവങ്ങളിലും ഒക്കെ ഞാൻ തെറ്റിപ്പോയി, ഐ എം നോട്ട് ഓൾ റൈറ്റ്, ഞാൻ പാപിയാകുന്നു എന്ന് പറയുന്ന ഒരു മനോഭാവം. പരീശനും ചുങ്കക്കാരനും ദൈവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ച കാര്യം വായിച്ചിട്ടില്ലേ? പരീശൻ തന്നെത്താൻ ന്യായീകരിച്ചുകൊണ്ട്, ദൈവമേ, ഐ എം ഓൾ റൈറ്റ്, ഈ നിൽക്കുന്ന പാവിയായ മനുഷ്യനെ പോലെയൊന്നും അല്ല ഞാൻ, ഐ എം ഓൾ റൈറ്റ് എന്ന് പറഞ്ഞ് തന്നെത്താൻ അഭിമാനത്തോടെ ദൈവത്തോട് അങ്ങോട്ട് സംസാരിക്കുന്നു. പക്ഷേ അവന് നീതീകരണം കിട്ടിയില്ല. എന്നാൽ ചുങ്കക്കാരനായ പാപിയായ മനുഷ്യൻ ദൈവസന്നിധിയിൽ അടുത്തു വരാൻ പോലും തുനിയാതെ ദൂരത്ത് നിന്ന് മാറത്തടിച്ച്, ദൈവമേ, പാപിയായ എന്നോട് മനസ്സലിയണമേ എന്ന് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ദൈവമേ, അവിടുന്ന് മാത്രമേ എന്നെ സഹായിക്കാനുള്ളൂ, മറ്റാർക്കും എന്നെ സഹായിക്കാൻ കഴിയുന്നില്ല, ഐ വോണ്ട് യു ടു ഹെൽപ്പ് മീ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്ന കാര്യമാണത്. നമുക്ക് 2-3 വചനങ്ങൾ വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യം. മാർക്ക് 1:15. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. യേശുവിൻ്റെയും യോഹന്നാൻ സ്നാപകന്റെയും ഒക്കെ പ്രസംഗം ഇങ്ങനെയാണ് അവർ ആരംഭിച്ചത്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഈ 2 കാര്യങ്ങൾ മുഖ്യമാണ്. മാനസാന്തരം അഥവാ റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത് ദൈവത്തിലേക്ക് അടുത്ത് ചെല്ലാനുള്ള ഒരു ഉപാധിയാണ്. ഐ റിപ്പന്റ് ആൻഡ് ടേൺ ടു ഗാഡ്. ദൈവത്തിങ്കിലേക്കാണ് മാനസാന്തരപ്പെടുന്നത്. പാപങ്ങളെക്കുറിച്ച് ഏറ്റുപറഞ്ഞ് ദൈവത്തിലേക്കാണ് വിശ്വാസം അർപ്പിച്ച് നോക്കുന്നത്. ഈ കാര്യം നാം മറന്നുപോകരുത്. ഇത് അടിസ്ഥാനപരമായ കാര്യമാണ്. നാം എബ്രായർ 6-ാം അധ്യായം 1-ാം വാക്യത്തിലും അത് വായിക്കുന്നുണ്ട്. അത് നമുക്കറിയാമല്ലോ. അവിടെ നാം വായിക്കുന്നു, നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിലെ വിശ്വാസം, ഇതൊക്കെ അടിസ്ഥാന സത്യങ്ങളാണ്. നാം അത് വീണ്ടും ഇട്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആ സത്യങ്ങളിൽ നാം ഉറച്ചിരിക്കണം എന്ന് ഇവിടെ പറയുന്നു. അങ്ങനെ ഒരുവൻ മാനസാന്തരപ്പെട്ട് ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് കർത്താവിലേക്ക് വരുമ്പോൾ ദൈവം ആ വ്യക്തിയെ അംഗീകരിക്കുന്നു. യേശുക്രിസ്തുവിൽ കൂടെ ആ വ്യക്തിയെ നീതിമാനായി, റൈറ്റായി, യു ആർ ഓൾ റൈറ്റ് എന്ന് പറഞ്ഞ് അവരെ സ്വീകരിക്കുന്നു. ഇന്ന് നാം ഈ വചനങ്ങളെ കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ, ശരിയായ അനുതാപത്തോടെ കർത്താവിലേക്ക് നോക്കാം. കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ, നിങ്ങളൊരു തുടക്കമിടേണ്ടത് ആവശ്യമാണ്. യേശുവേ, ഞാൻ തെറ്റുകാരനാണ്, തെറ്റുകാരിയാണ്, എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം തെറ്റുകൾ വന്നുപോയി, ഐ എം സോറി, ഞാൻ തെറ്റ് ചെയ്തു, എന്നോട് ക്ഷമിക്കണമേ, എന്നെ അംഗീകരിക്കണമേ. ദൈവമേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു. യേശുവിൻ്റെ രക്തം ക്രൂശിന്മേൽ ചീന്തിയത് എനിക്ക് വേണ്ടി ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രൂശിന്മേൽ ക്രിസ്തു മരിച്ചത് നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ നീക്കി നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നു. പഴയ നിയമകാലത്ത് ഈ ദൈവകൃപ, ഈ രക്ഷയുടെ മാർഗം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് നമുക്ക് ദൈവകൃപയാൽ അത് ലഭിച്ചിരിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും ഇന്ന് വിളിക്കുകയാണ്. നിങ്ങളിൽ ആര് ദൈവത്തോട് ഇന്ന് രാവിലെ പ്രതികരിക്കും? കർത്താവേ, ഞാനൊരു പാപിയാണ്, എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ പാപങ്ങളെക്കുറിച്ചുള്ള ബോധ്യം എനിക്ക് നൽകണമേ എന്ന് ദൈവത്തോട് പറയാമോ? അതും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. എനിക്ക് പാപബോധമൊന്നുമില്ല, എനിക്ക് തെറ്റൊന്നും മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ, എൻ്റെ പാപങ്ങളെക്കുറിച്ച് ഉള്ള ബോധ്യം എനിക്കില്ല, എനിക്കത് നൽകണമേ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും ദൈവം നിങ്ങൾക്ക് പാപബോധം നൽകി, അനുതാപം നൽകി, മാനസാന്തരം നൽകി, വിശ്വാസത്തോടെ ദൈവത്തെ സമീപിക്കുവാൻ ഇന്ന് രാവിലെ ഇടയാക്കി തീർക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കട്ടെ.